ഹലോ, വെൽക്കം ടു ഷിഹമു ടക്കീസ്. ഇന്നൊരു വാക്കിങ്ങിന് ഇറങ്ങിയാണ്. ഈവനിങ് ആയപ്പം ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു. ഇന്ന് മഴ പെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷെ പെയ്തില്ല കേട്ടോ. പക്ഷെ ഇന്നലെ പെയ്ത മഴയുടെ വെള്ളം ഇപ്പോഴും പോയിട്ടുണ്ടായില്ല. ഇപ്പോഴും ഇങ്ങനെ വെള്ളം അവിടെ ഇവിടെ ഇങ്ങനെ ആയിട്ട് നല്ലോണം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണാൻ ഒരു ഈവനിങ് വാക്ക് വാങ്ങിച്ച് നടന്നായിരുന്നു. അപ്പോൾ അവിടെ ടാങ്കർ വന്നിട്ട് വെള്ളം ഇങ്ങനെ വലിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒരു ഓപ്പോസിറ്റ് സൈഡാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര വെള്ളമുണ്ട്. അവിടെ ടാങ്കർ വന്നിട്ട് വെള്ളം വലിക്കുന്നുണ്ട്. പക്ഷെ നല്ല മേഘം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നടത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ ഇവിടെ ഒരാൾ നമ്മൾ ഇന്നലെ സിനിമ കാണാൻ പോയപ്പം മേടിച്ചിട്ടുള്ള പോപ്കോണിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ബട്ടറിൻ്റെ ഫ്ലേവറാണ്. ആൾക്ക് ബട്ടർ വലിയ ഇഷ്ടമല്ല. അപ്പോൾ അത് കാരമലൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഷുഗർ എടുത്തിട്ട് കാരമൽ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അത് ബാക്കി വന്ന പോപ്കോൺ അതിൽ മിക്സ് ചെയ്തപ്പോൾ കാരമലൈസ്ഡ് പോപ്കോൺ ആവുമെന്നാണ് പറയുന്നത്. ശരിക്കും ഇങ്ങനെയൊന്നും അല്ല ഇത് ഉണ്ടാക്കുന്നത്. കോൺ മേടിച്ചിട്ട് അത് ഷുഗർ ഈ കാരമലിലിട്ടിട്ട് അതൊന്ന് വെച്ചിട്ട് തന്നെ പോപ്കോണായിട്ട് വരണം. അങ്ങനെയാണിത്. പക്ഷെ ഇപ്പം ഞങ്ങളിത് ബാലൻസ് വന്നുകൊണ്ട് ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ആട് 2 കണ്ട്. ആട് 3 കണ്ടു വന്നപ്പോൾ ചുമ്മാ ഒന്ന് ആട് 2 കണ്ട്. അപ്പോൾ അങ്ങനെ ആട് 2 കാണുന്നതിൻ്റെ ഇടയിലാണ് ഇക്ക പോയി കണ്ട് പോപ്കോൺ കാരമലൈസ് ചെയ്യുന്നത്. അങ്ങനെ കാരമലൈസ് ചെയ്തു. അപ്പോൾ അത് നന്നായി വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂടായപ്പോൾ ഒന്നുകൂടി മുരിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫ്ലെയിമിൽ ഇതിനെ കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് മുരിച്ചിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന കാരമൽ പോപ്കോണിൻ്റെ അത്ര അങ്ങ് ടേസ്റ്റ് ഇല്ല, ബട്ട് ഓക്കെ ആയിരുന്നു. അങ്ങനെ പോപ്കോണൊക്കെ റെഡിയായി. അതുകൊണ്ട് ആ മൂവി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അതങ്ങ് ശരിയായിട്ടില്ല, എന്നാലും ഓക്കെ ആണെന്നൊക്കെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അപ്പം അങ്ങനെ ബാക്കി മൂവിയൊക്കെ കണ്ടു. ഇന്നത്തെ ഡേ അങ്ങനെ കഴിഞ്ഞു. ഒരു 10 മണിയൊക്കെ ആയപ്പം തന്നെ ഞങ്ങളെല്ലാവരും കിടന്നു. ഇനിയിപ്പോൾ നാളെ എണീറ്റ് വർക്കിന് പോകണം. ഓക്കെ, താങ്ക് യു.